Hi, and welcome to Unlocking Your Vocabulary with Mum and Sons Company. Today is 30th of December. കഴിഞ്ഞ 30 ദിവസങ്ങളായിട്ട് നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ വാക്കുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഇനിയും ഒരു ദിവസം കൂടെ ഉള്ളൂ 2024 എന്ന് പറയുന്ന ഈ വർഷം അവസാനിക്കാനായിട്ട്. പുതിയ തുടക്കങ്ങളുടെ സമയമാണ്. പുതിയ മാറ്റങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്യാനായിട്ട് ഞാനും നിങ്ങളെ സഹായിക്കാം. ചെറിയൊരു വീഡിയോ ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിവേ, ഇന്നത്തെ വാക്കാണ് സർജ്. SURGE. സർജ് എന്ന വാക്കിൻ്റെ അർത്ഥം കുതിച്ചുചാട്ടം എന്നാണ്. പല കോണ്ടെക്സ്റ്റിൽ ഈ വാക്ക് ഉപയോഗിക്കാം. ഓളം, തരംഗം, തിരയടിക്കുക എന്നൊക്കെ ഉള്ള ഒരു വാക്കിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അത് ഈ തിരമാലയെ സംബന്ധിച്ചുള്ള, വെള്ളത്തിനെ സംബന്ധിച്ചുള്ള ഒരിതാണ്. അതല്ലാണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ എനർജിയിലുള്ള സഡൻ ഒരു മാറ്റം, ഒരു ഉയർച്ച, അല്ലെങ്കിൽ ഇമോഷൻസിൽ വരുന്ന ഒരു കുതിച്ചുചാട്ടം, പെട്ടെന്നൊരു ഇമോഷണൽ സ്റ്റേറ്റ് നമ്മുടെ ഇത് മാറുന്നത്. അല്ലെങ്കിൽ നമ്പറിൻ്റെ കോണ്ടെക്സ്റ്റിൽ പറയാം. ലൈക്ക് പോപ്പുലേഷനിൽ സർജ് ഉണ്ടായി, പോപ്പുലേഷൻ വർദ്ധിച്ചു, പ്രൈസിൽ വിലക്കയറ്റം, ആ രീതിയിലൊക്കെ. അതുമല്ലെങ്കിൽ ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റിൽ കൂടെ നമുക്കിത് പറയാവുന്നതാണ്. അത് നമ്മൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ യു ക്യാൻ ഡിഫൈൻ ഇറ്റ് ആസ് എ സഡൻ പവർഫുൾ ഓർ ഫോർവേഡ് മൂവ്മെൻറ്റ്, ഓഫൺ റെഫറിങ് ടു ആൻ ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി, ഇൻറ്റൻസിറ്റി ഓർ മൊമെൻറ്റം. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വളരെ കോമൺ ആയിട്ട് എക്കണോമിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഹെൽത്ത് സെക്ടറിലുമൊക്കെ ഈ വാക്ക് ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. എനിവേ, 2 സെൻറ്റൻസുകൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. There was a sudden surge of excitement when the long-awaited concert tickets were finally released. കോൺസേർട്ടിൻ്റെ ടിക്കറ്റ്സ് കുറച്ചാളുകളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ലോങ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടിക്കറ്റ് ഒന്ന് റിലീസ് ചെയ്തത് കണ്ടപ്പോഴത്തേക്കും എല്ലാവർക്കും പെട്ടെന്നൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായി. അതാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. രണ്ടാമത്തെ സെൻറ്റൻസ്, ആഫ്റ്റർ ദ സ്റ്റോം പാസ്ഡ് എ സർജ് ഇൻ ദ റിവർ ലെവൽസ് പോസ്ഡ് എ ഫ്ലഡിങ് ഇൻ ദ ലോക്കൽ ഏരിയ. ഭയങ്കര കാറ്റൊക്കെ അടിച്ചത്, സ്റ്റോമൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും റിവറിൽ വെള്ളപ്പൊക്കമുണ്ടായി, വെള്ളം കയറി. അതോടുകൂടി എന്ത് സംഭവിച്ചു? ലോക്കൽ ഏരിയയിലൊക്കെ ഫ്ലഡ് ഉണ്ടായി. ഓക്കെ, അതാ സർജ് എന്നാണ് അവിടെ ആ വാക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ആഫ്റ്റർ ദ സ്റ്റോം പാസ്ഡ് എ സർജ് ഇൻ റിവർ ലെവൽസ്. ഇൻക്രീസിന് പകരം സർജ് എന്ന് നമ്മൾ ഉപയോഗിക്കുക. ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Thanks for growing with Mum and Sons Company. We'll come back with another one. Bye.